നമസ്കാരം. സ്ട്രൈക്ക് അങ്ങനെ എല്ലാവർക്കും ഓടി നടന്ന് നമ്മളെ പാണ്ഡ്യ സ്ട്രൈക്ക് കൊടുക്കുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ റിയാക്ഷൻ ചാനലുകളിൽ, അതായത് ഈ പറയുന്ന പാണ്ഡ്യന്റെ അവർക്കെതിരായിട്ട് നിന്ന് വാ തുറന്നവരെല്ലാവരും വാ അടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വേലയാണ് നടക്കുന്നത്. എല്ലാവർക്കും സ്ട്രൈക്ക്. നമുക്കറിയാം, ഈ പറയുന്ന സാത്താൻ എന്ന് പറയുന്ന ചാനൽ അല്ലേ, അവിടെ എന്ത് ചെയ്തു? അവിടെ 3 സ്ട്രൈക്കാണ് പോയിട്ടുള്ളത്. 1, 2 അല്ല, 3 സ്ട്രൈക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ റിയാക്ഷൻ ചാനലുകൾക്കും സ്ട്രൈക്ക് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ഈ പാണ്ഡ്യണ്ണന്റെ ആ പോർഷൻ എന്തുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിവേകമാണ്, അത് ബുദ്ധിയാണ്. അത് അവിടെ നമ്മൾ അഹങ്കാരം കാണിച്ചു കൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. അവിടെ എന്ത് ചെയ്തു? നമ്മൾ ആ പോർഷൻ മാത്രം കട്ട് ചെയ്ത് മാറ്റി എന്നുള്ളതാണ്. ഇനി സ്ട്രൈക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ സ്ട്രൈക്ക് 8ആയിട്ട് മടക്കി തിരിച്ചയച്ചിട്ടുണ്ട്. നല്ല കൗണ്ടർ തിരിച്ചയച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സ്ട്രൈക്ക് വരുമ്പോൾ എങ്ങനെ അതിനെ കൗണ്ടർ ചെയ്യണമെന്ന് വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. സാത്താന്റെ സ്ട്രൈക്ക് 8ആയിട്ട് മടക്കി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രൈക്കൊക്കെ അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സ്ട്രൈക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു പഠിപ്പിച്ചവരെടുത്ത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സംഭവം യൂട്യൂബിന്റെ പോളിസി അറിഞ്ഞുകൂടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ആ ഫെയർ യൂസ് പോളിസിയുടെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ കൊടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടണം. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് മാറ്റിയത്. ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് കൗണ്ടർ കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ കൗണ്ടറാണ് ഇപ്പോൾ സാത്താന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇനി അറിയില്ലെങ്കിൽ പാണ്ഡ്യനെ അറിഞ്ഞിട്ട് മറ്റൊരു കേസ് പറയാം. ഏത് ചാനലിൽ നിന്നാണോ നിങ്ങൾ ഈ സ്ട്രൈക്ക് അടിക്കുന്നത്, ഇപ്പൊ ഏത് ചാനലിൽ നിന്ന് മനസ്സിലായി, നമ്മൾ ആ കുക്കറി ചാനലിൽ നിന്ന് സ്ട്രൈക്ക് വരുമ്പോൾ അപ്പൊ 3 കൗണ്ടർ തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 5 കൗണ്ടർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. കാരണം ഫേക്ക് ആയിട്ടുള്ള സ്ട്രൈക്ക് അടിക്കുകയും അതിന് കൗണ്ടർ വരികയും ചെയ്താൽ ഒരു 4-5 കായല്ലേ, ആ ചാനൽ ടെർമിനേറ്റ് ചെയ്തു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. മനസ്സിലായി? അതായത് ഈ എലിസബത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരെ എങ്ങനെയെങ്കിലും അടക്കണം. പിന്നീട് നോൺ ബെയിലബിൾ, അതായത് എന്താണ്, ജാമ്യമില്ലാ വകുപ്പ് കേസ് എടുത്തുകൊള്ളൂ. പിന്നീട് അങ്ങനെ നിങ്ങൾക്ക് ഇനിയിപ്പം അടപ്പിക്കണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള കേസ് കൊടുക്കാം. ഫേക്ക് ആയിട്ടുള്ള കേസ് ആർക്കും കൂടെ കൊടുക്കില്ല. അതൊക്കെ നമുക്ക് നേരിടാൻ തയ്യാറ് തന്നെയാണ്. തൂക്കിക്കൊള്ളില്ല എന്നുള്ള പിന്നെ നിയമം അറിയാമെന്നുള്ളത് കൊണ്ടും നമുക്കിവിടെ ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടും അത് ഏത് ലെവൽ വരെ പോകും നമ്മൾ കൃത്യമായിട്ട് അറിയാം. ഇനി എന്താണ് ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ എതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഈ പറയുന്ന പാണ്ഡ്യനെ തോക്കും കൊണ്ട് ഇറങ്ങേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ വല്ല ആക്സിഡന്റോ മറ്റതൊക്കെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ എല്ലാ ഈ പറയുന്ന നമ്മൾക്ക് ഈ വന്ന യൂട്യൂബിലോ അല്ലെങ്കിൽ ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകൾ ഇവിടെ വന്ന് പറയുമെങ്കിലും അവർക്കെല്ലാം ജീവനിൽ പേടിയുണ്ട്. ഏത് മനുഷ്യനില്ലാത്തതുകൊണ്ട്. കാരണം ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ളത്. പുള്ളി എന്താണ് ഏത് സമയവും സംഭവിക്കാം. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഈ പറയുന്ന ആർക്കെങ്കിലും ഒന്ന് ചരിഞ്ഞു വീണാൽ കൂടി അതിന്റെ ഉത്തരവാദി ഈ പുള്ളി തന്നെയാണ്. നമ്മൾ വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. എന്നും പറഞ്ഞ് നിർത്താനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. ഈ സ്ട്രൈക്ക് കൊടുക്കുന്നത് നമ്മളൊക്കെ ഈ റീസെന്റ് ആയിട്ട് മറ്റൊരു ഫാമിലി വ്ലോഗ്സ് എന്ത് ചെയ്തു, നമ്മുടെ ഉപ്പും മുളകളിലായിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഗോപ്രോ മച്ചാൻ ഒരു സ്ട്രൈക്ക് കൊടുത്തു. അതും 8ആയിട്ട് മടക്കി തിരിച്ചയച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോ സ്ട്രൈക്ക് വരുമ്പോൾ അത് തിരിച്ചു വാങ്ങാനും കൂടി പഠിക്കണം എന്നുള്ളതാണ്. വേണമെന്നെങ്കിൽ ഈ പറയുന്നവർക്കെല്ലാം നമുക്ക് സ്ട്രൈക്ക് കൊടുക്കാൻ നിർവാഹമില്ല എന്നൊന്നുമില്ല, അതിനുള്ള അവസരമില്ല എന്നൊന്നുമില്ല. നമ്മളൊന്ന് ഇരുന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും സ്ട്രൈക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കും. അതുകൊണ്ട് ഈ എന്തെങ്കിലും ഒരു റിയാക്ഷൻ ചാനലുകൾ എന്തെങ്കിലും ആരെങ്കിലും ഒരു ചെറിയ പോർഷൻ ഇടുമ്പോൾ അവരെ സ്ട്രൈക്ക് അടപ്പിച്ച് അവരെ വായടയ്ക്കാമെന്ന് കരുതിയാൽ അത് മണ്ടത്തരമാണ്. അത് 8ആയിട്ട് മടക്കി തിരിച്ചു തന്നെ വന്നുകൊണ്ടിരിക്കും. ഇവിടെ അങ്ങനെയൊന്നും നമ്മൾ ആ ഫെയർ യൂസ് പോളിസിയുടെ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്തുകൊണ്ടപ്പോ ഇത് റിമൂവ് ചെയ്തെന്ന് ചോദിച്ചാൽ, ആ ഭാഗം റിമൂവ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്തിരി മെനക്കുണ്ടേ. ആ സാധനം തിരിച്ചു കൊടുക്കുക, അതിന്റെ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ തിരിച്ചു കഴിയും. കുറച്ച് മെനക്കേടുണ്ട്. 3-4 ദിവസം പിടിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്നുള്ളതും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോ ഇനി പറയാനുള്ളത് ഈ എലിസബത്തിനെ കുറിച്ച് ഒരു സംഭവം നമുക്കിപ്പോ കേൾക്കാനില്ല. എലിസബത്തിനെ കുറിച്ച് ഇന്നലെ 2 ദിവസമായിട്ട് എലിസബത്തിനെ കുറിച്ച് ഒരു അറിവും ഇല്ല എന്നുള്ളതാണ് അല്ലെ. എലിസബത്ത് എവിടെ പോയി എന്നുള്ളത് ഒരു സംഭവമാണ്. എലിസബത്ത് ആ കൂടി പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എലിസബത്തിനെ കുടുക്കിയതായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഏത് രീതിയിൽ കുടിക്കുന്നു എനിക്കറിയത്തില്ല. കാരണം വീഡിയോയുടെ അതായത് ഈ പറഞ്ഞതുപോലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് മൊഴിയെടുത്ത്
അങ്ങനെയൊക്കെ ആണെങ്കിൽ എലിസബത്ത് ചിലപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടെങ്കിലും പറഞ്ഞു ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്, നമുക്ക് ഇനിയൊന്നും കൂടുതലായിട്ടൊന്നും വീഡിയോ ഇടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഇട്ടേനെ. അല്ലെങ്കിൽ ഏതെങ്കിലും വക്കീൽ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണോ, ഇനിയിപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറയണ്ട, നമുക്കിനി കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ഏതെങ്കിലും വക്കീല് ഉപദേശിച്ചു. അതായത് എലിസബത്തിനെ സമൂഹത്തിന് മുന്നിൽ ഒരു മാനസിക രോഗിയാണ് എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അണ്ണാച്ചി അടക്കം പല യൂട്യൂബേഴ്സ് വരെ ഈ പറയുന്ന ഒരു രേഖകളും ഇല്ലാതെ ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്തു, സമൂഹത്തിന് മുന്നിൽ അവൾ മാനസിക രോഗിയാണ്, 15 കൊല്ലം കൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അണ്ണാച്ചിയുടെ ഭാര്യ ഉൾപ്പെടെ 15 കൊല്ലം കൊണ്ട് മാനസിക രോഗത്തിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുകയാണ്. അതിൽ ഒരു ആധികാരികതയില്ല. മനസ്സിലായില്ല. ഒരു പെൺകുട്ടിയെ വന്നിട്ട് പെൺകുട്ടി ഈ പറയുന്ന സമൂഹത്തിന് മുന്നിലേക്ക് അവർക്ക് തലയ്ക്ക് ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ വലിയ ഒരു അലിഗേഷനാണ് ആ സാധനം. മറ്റേ ഈ പറയുന്ന നമ്മുടെ അണ്ണാച്ചി കൊടുത്ത കേസൊന്നും അല്ല, ഇത് വലിയൊരു അലിഗേഷൻ. അപ്പൊ ആ ലെവലിലൊരു കേസ് കൊടുത്താൽ ആരൊക്കെ ഈ പറയുന്ന എലിസബത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടോ അവരൊക്കെ ഉള്ളിലാവും. മനസ്സിലുണ്ട്. അതാണ് നോൺ വെയിലബിൾ ആയിട്ട് വരാൻ പോകുന്നത്. മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. പിന്നെ ചെഗുവിന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല, ചെഗുവിനൊരു ഡിഫമേഷൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതിനൊരു നമ്മളൊരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ഇപ്പോ ഈ പറയുന്ന എലിസബത്തുമായി ബന്ധപ്പെട്ട ഒരു സാധനം, ഈ അണ്ണാച്ചിയുടെ വൈഫിനുമായിട്ട് ബന്ധപ്പെട്ട അത് കൺട്രോൾ ആയിട്ട് നിന്ന് സംസാരിക്കണം. നമുക്ക് എന്തെങ്കിലും ചെഗുവിന്റെ കുറച്ച് വായിൽ നിന്ന് കുറച്ച് വാക്കുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതൊരു നിയമപരമായിട്ട് തന്നെ പോവുകയും ചെയ്യും. അതൊരു വക്കീലിനെ കണ്ട് അതുമായി ബന്ധം എനിക്ക് തോന്നുന്നു ജാമ്യത്തിന് വേണ്ടിയിട്ട് പുള്ളി ഒളിവിലായിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജാമ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരിക്കും. ഇത് പുള്ളി ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള കേസായിരിക്കുമല്ലോ കൊടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചല്ലോ, എന്റെ ഭാര്യ എന്ത് ചെയ്തു, പിന്നെ അനാവശ്യങ്ങൾ പറഞ്ഞു, അതൊരു വലിയൊരു കേസാണ്. നമ്മൾ ഈ അനാവശ്യങ്ങൾ സ്ത്രീകളെക്കെതിരായിട്ട് അനാവശ്യങ്ങൾ പറയുമ്പോൾ അതും ഇങ്ങനെയുള്ള കേസുകളിൽ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എന്താണ് പറയാൻ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നിയമത്തിന്റെ വഴിക്ക് പോകും. പിന്നെ നമ്മൾ അവിടെ കിടന്ന് കൈകാലിട്ട് അടിച്ചിട്ടൊന്നും കാര്യവും ഒന്നുമില്ല. അപ്പോ അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുക, അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മളിപ്പോ റിയാക്ഷൻ ചാനൽ, പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ചാനലുകൾ എല്ലാവരും വീഡിയോ നോക്കുമ്പോഴും ഈ പറയുന്ന ചിലവർ റിമൂവ് ആയിട്ട് കാണും, ചിലവരിൽ പല പോർഷനും ഇല്ലാതായിട്ട് കാണും. അതിന് കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവർ പേടിച്ചെടുത്തിട്ടൊന്നല്ല, അവര് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുക മാത്രമാണ്. അവരെന്ന് പറഞ്ഞാൽ അവർ വീഡിയോയുടെ ഒക്കെ നിർത്താനൊന്നും പോകുന്നില്ല. അവരെല്ലാവരും വീഡിയോ ഇടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു ചർച്ച, ഇനിയിപ്പം എലിസബത്ത് ഒന്നും ഇടുന്നില്ല, ഒരു ചർച്ചയും നമ്മളില്ല. ഇപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ വാർത്തകൾ പിന്നീട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ എലിസബത്ത് വീഡിയോ ഇടുന്നില്ല, എന്താ നമ്മൾ ചർച്ച ചെയ്തില്ല, വീഡിയോ ഇടാതെ നമുക്ക് എങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മുടെ അണ്ണാച്ചി വീഡിയോ ഇടുന്നില്ല, അറിഞ്ഞൂടാ, അവരെ കുറിച്ച് എന്തെങ്കിലും പറയുന്നില്ല, അവരെ വീഡിയോ കൊണ്ടുവന്നില്ല, അവർ സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് വീഡിയോ കൊണ്ടുവരുന്നില്ല, നമ്മളൊന്നും പറയുന്നില്ല, എലിസബത്ത് ഒന്നും പറയുന്നില്ല, ഇടുന്നില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കും കാരണം നമ്മുടെ ഫ്രണ്ട്സുകളായ അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് തന്നെ എതിരായിട്ട് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് പരമ്പര വരുമ്പോൾ അതങ്ങനെ നമുക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റില്ല. അതിനങ്ങനെ പേടിച്ചോടുന്നവരല്ല എന്ന് അറിയിക്കാൻ കൂടിയാണ്. ഇനിയും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ചാനലിലൊക്കെ സ്ട്രൈക്ക് തരാനുള്ള ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ശ്രമിച്ചു ചിലപ്പോൾ സ്ട്രൈക്ക് തരാനൊക്കെ പറ്റും. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ പഴയ തരും. പക്ഷെ അതിന് നല്ല 8 മടക്കിയിട്ടുള്ള കൗണ്ടർ, ഇപ്പം ഒരു 3 കൗണ്ടർ പട്ടേനെ തിരിച്ചു വന്നപ്പോൾ മനസ്സിലായി കാണും അവൻ എന്തുമാത്രം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി കാണും അതിനും ലൂപ്പുകളുണ്ട്. അത് എങ്ങനെയാണ് കൗണ്ടർ തരാനുള്ളത്, ബുദ്ധിയും വിവരമുള്ളത് പലരും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ആരും പേടിച്ചു എന്ന് കരുതണ്ട. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി പബ്ലിക്കിന്റെ ഫ്രണ്ടിലേക്ക്, കാരണം എനിക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒന്നും വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ഈ വിഷയം നിർത്തുകയാണ്. കാരണം എന്ത് പറയാൻ, ആരും ഒന്നും പറയുന്നില്ല, ഈ പറയുന്ന അണ്ണാച്ചി ഒന്നും പറയുന്നില്ല, പിന്നെ എലിസബത്ത് ഒന്നും പറയുന്നില്ല. നമ്മൾ ഇതിനകത്ത് ഇടുന്ന അവർ തമ്മിൽ അടുപ്പിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവർ പറയുക നിർത്തിയാൽ നമ്മൾ നമ്മുടെ ജോലി എന്ന റിയാക്ഷൻ ചാനലുകൾ ഇതുപോലുള്ള വരുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിക്കും, നമ്മുടെ അഭിപ്രായങ്ങൾ പറയും. മാന്യതയുടെ അതിന് വരുമ്പോഴേക്കും നിന്നുകൊണ്ട് അഭിപ്രായം പറയുക എന്നുള്ളതാണ്. അവിടെ ആരാണ് മനസ്സിലായി, ആർക്കാണ് ഈ പറയുന്ന കുറച്ച് നീതിയുടെ ആവശ്യം, ആരാണ് ശരി എന്ന് നമുക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന മണ്ടന്മാരല്ലോ കുറെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, കുറേവരുടെ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ആരാണ് കള്ളം പറയുന്നത്, ആരാണ് സത്യം പറയുന്നത് എന്നുള്ളതൊക്കെ ഒരു ഊഹം നമുക്കുണ്ടാവും. ആ ശരിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് പൊതുവെ ഈ റിയാക്ഷൻ ചാനലുകൾ ശ്രമിക്കുന്നുണ്ട്. എന്നും ഈ പറയുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുന്നത് റിയാക്ഷൻ ചാനൽ മാത്രമല്ല, ബാക്കി ഈ പറയുന്ന ഫാമിലി വ്ലോഗ്സ് ആയിട്ട് ബാക്കി എല്ലാവരും അവരവരുടെ കാര്യം, അവർക്ക് വേറെ ഒന്നും അറിയണ്ട. നാട്ടിൽ എന്ത് നടക്കുന്നവർക്കുള്ള അവരെങ്കിലും അവരെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ആഹാരം വെക്കുന്നതൊക്കെ വെക്കുക, പൈസ ഉണ്ടാക്കുക, അവർ സൂചിച്ച് ജീവിക്കുക. ഇടയ്ക്കിടയ്ക്ക് അച്ഛനും അമ്മയെ അടികൂടിയെന്നോ, അച്ഛൻ പിടങ്ങിപ്പോയെന്നോ, അല്ലെ ഭാര്യ അടിച്ചെന്നോ, അച്ഛൻ അടിച്ചെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇടുക, ഗർഭിണിയാണ്, ഗർഭം വന്നു, അതാ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇടുക, അടുത്ത ഗർഭം വലസി പോവുക. ഇതുപോലുള്ള കുറെ ഉടായ്പകളായിട്ട് അവർ നടത്തും. ലാസ്റ്റ് അവസാനം ഈ കേസും പഴികേക്കലും തെറിവിളിയിലും വാങ്ങുന്നത് നമ്മൾ തന്നെയാണ്, ഈ പറയുന്ന റിയാക്ഷൻ ചാനലുകളാണ്. അപ്പൊ എന്തായാലും ഇത്രയേ ഉള്ളൂ പറയാൻ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.